ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു സ്മോൾ കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബ്രെഡ് ടോസ്റ്റ് ആണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള എഗ്ഗാണ് വേണ്ടത്. സോ അത് നന്നായി ബീറ്റ് ചെയ്യുക. നല്ലപോലെ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ബബിൾസൊക്കെ ഇങ്ങനെ വരും. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുക. സോ ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത് കുറച്ച് സ്വീറ്റായി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനൊരു 3 to 4 സ്പൂണൊക്കെ ഞാൻ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 or 3 എഗ്ഗൊക്കെ എടുക്കാം. അത് ഞാൻ ഇപ്പോൾ ഒരു എഗ്ഗ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 4-5 ഒക്കെ മാക്സിമം ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ കുറേ നേരം ബ്രെഡൊക്കെ ഡിപ്പ് ചെയ്ത് അങ്ങനെ ഭയങ്കര ഡെക്കറേറ്റീവായിട്ട് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു എഗ്ഗ് കൂടി എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഷുഗർ ഇട്ടുകൊണ്ട് തന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് സോൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അതൊരു ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലപോലെ ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കളറൊക്കെ മാറി വരും. സോ ഈ ഒരു സമയത്ത് നമുക്ക് ബ്രെഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. നേരത്തെ ബ്രെഡൊക്കെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്, കാരണം അപ്പോൾ നമുക്ക് വേഗം വേഗം ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5 എണ്ണമാണ് എടുക്കുന്നത്. എനിക്കറിയില്ല ഇത് ഒക്കെ ഒന്ന് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് എത്തുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് എടുക്കാം. പിന്നെ ബെസ്റ്റ് ബ്രെഡ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്തായിരിക്കും കേട്ടോ. ജംജാക്കിൻ്റെത് ഞാൻ എപ്പോഴും വാങ്ങിക്കാറ് ഇതാണ്. പിന്നെ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് കുറച്ച് ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇത് ഞാൻ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ ഞാൻ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നൊരു ഡിഷാണ്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായി ഒറ്റക്കൊക്കെ ഉണ്ടാക്കാം, കാരണം ഇതിലങ്ങനെ ഭയങ്കരപ്പെട്ടായിട്ടുള്ള പണികളൊന്നുമില്ല. പിന്നെ ഞാൻ മിൽക്ക് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ ഓൾറെഡി ചൂടാക്കി കുറച്ച് സമയം വെച്ച് തണുത്ത മിൽക്കാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സോ മിൽക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ആ ഷുഗർ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് കൊക്കോ പൗഡറോ വാനില എസൻസോ ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഏലക്കയുടെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഏലക്കയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ എടുത്തറിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. സോ ഇത് പിന്നെ ഈ എഗ്ഗൊക്കെ നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ടെക്സ്ചറൊക്കെ എടുത്തറിയും. പിന്നെ മിൽക്കാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1 കപ്പൊക്കെയാണ് ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഓവറായിട്ട് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ആഡ് ചെയ്യുക. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മളൊരു പാൻ വെക്കുക. പിന്നെ അത് കുറച്ച് നന്നായി ഹീറ്റ്, അതായത് ചൂടാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. പിന്നെ സിമ്പിളാണ്. ബ്രെഡ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ടെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. സോ ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഉണ്ടാക്കിയ മിക്സ്ചർ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബ്രെഡ് വേഗം എന്താ പറയുക അലിഞ്ഞു പോകും. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറിച്ചിടുമ്പോൾ എപ്പോഴും നല്ല വൃത്തിക്ക് തന്നെ മറിച്ചിടുക. അതെപ്പോഴും എനിക്ക് ഫ്ലോപ്പ് ആവുന്നൊരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂണൊക്കെ വെച്ചിട്ട് മറിച്ചിടാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇത് വേഗം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഏലക്കിൻ്റെ മര്യാദയ്ക്ക് സെറ്റായിട്ടില്ല, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. സോ നിങ്ങളപ്പോൾ ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിക്കിൽ 2 സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കിട്ടും. ഞാനിവിടെ കുറച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഒബ്വിയസ്ലി ഗുഡ്, നല്ല ടേസ്റ്റാണ്. പിന്നെ സ്വീറ്റായിട്ട് വേണ്ടവർക്ക് കുറച്ചധികം ഷുഗർ ഇടാം. അപ്പോഴാണ് ഒരു സ്വീറ്റ് ടേസ്റ്റൊക്കെ നന്നായിട്ട് അറിയുള്ളൂ. ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 3 to 4 എണ്ണമൊക്കെ ഉണ്ടാക്കുക, എന്നാലായിരിക്കും വേറൊക്കെ ഒന്നും അറിയാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടുമാണ് ഇത് ഏറ്റവും കൂടുതൽ മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ.